പ്രതിപക്ഷം ചോദിക്കുന്നത് വളരെ സിമ്പിളായ ഒരൊറ്റ ചോദ്യമാണ്. ഇതിൽ ട്രംപ് ഇടപെട്ടിട്ടില്ല, അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ തരത്തിലേക്ക് തന്നെ വ്യക്തമാക്കിയാൽ ഈ പ്രശ്നം തീരുമല്ലോ. ശ്യാംരാജ്, നോക്കൂ, ഇത് ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ല എന്ന് എത്രയോ തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത് തന്നെ ഈ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ അദ്ദേഹം ഈ കാശ്മീരിലും അതോടൊപ്പം തന്നെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലും തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്ത് കളയുന്നതിന് മുമ്പും ശേഷവും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ വിഷയത്തിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇടത്ത് നിന്നോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളെ കൂട്ടിയിട്ടോ ഒരു ചർച്ചയില്ല എന്ന് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇനി ഇന്നലത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ നമ്മുടെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് എടുത്തു നോക്കൂ. അദ്ദേഹം ആദ്യം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ ലോകത്തോട് പറയുന്നു, ലോകം കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് കൃത്യമായി പറയുന്നുണ്ട്, പാകിസ്ഥാനെ ഞങ്ങളൊരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു. POKയുടെ കാര്യത്തിലല്ലാതെ പാകിസ്ഥാനുമായിട്ടോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ലോകത്തോട് പറയുന്നു എന്നൊക്കെയുള്ളത് അങ്ങനെ പരത്തി പറയാതെ ഇതിപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. ഇന്നലെ മോദിയുടെ അഭിസംബോധനയ്ക്ക് തൊട്ട് മുൻപാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടല്ലോ. വലിയൊരു ആണവ യുദ്ധമാണ് താൻ ഒഴിവാക്കിയത്, ഞാൻ ഇടപെട്ട് ഒഴിവാക്കി. അതുപോലെ ഈ വ്യാപാരം അതല്ലെങ്കിൽ ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നൊരു ഭീഷണി വന്നു എന്നുള്ളൊരു തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഭീഷണിക്ക് ഈ രണ്ട് രാജ്യങ്ങളും വഴങ്ങി നിങ്ങളിത് അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ ഐ കമോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് എടുത്തു പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെയല്ല എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് ശ്യാംരാജ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ആ ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പൊ ഞാനും നമ്മൾ രണ്ടുപേരും അല്ല ഇപ്പോൾ രണ്ട് സഖ്യ രാജ്യങ്ങൾ തമ്മിൽ, അല്ലെ ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പവറുകൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടും പേരെടുത്ത് പറഞ്ഞ പോലെ ഒരു പേരെടുത്ത് ലോക നേതാക്കന്മാർ ചർച്ച ചെയ്തിട്ടുള്ള എത്ര സന്ദർഭങ്ങളുണ്ട്. ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ ശത്രുതയിലാകുന്ന സമയത്ത്, യുദ്ധത്തിലാകുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മൾ രണ്ടുപേരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇരുന്ന് നമ്മൾ പേര് വിളിച്ച് ചർച്ച ചെയ്യുന്ന പോലെ എത്ര ഇടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് സുവ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞില്ലേ മറ്റൊരാൾക്കും ഇതിനകത്ത് ഇടപെടലുകൾ ഇന്നലെയും ഇന്നും പറഞ്ഞല്ലോ. അങ്ങനെയല്ല, ഒരു കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ ഡൊണാൾഡ് ട്രംപോ അമേരിക്കയോ ഇടപെട്ടിട്ടില്ല എന്നെന്തുകൊണ്ട് ഒരു പ്രസ്താവന വരുന്നില്ല? തുടർച്ചയായി വന്നിരിക്കുന്ന ട്രംപിന്റെ പ്രസ്താവന, ട്വീറ്റ്, മാർക്കോ റൂബിയോയുടെ ട്വീറ്റ്, ഇതെല്ലാം കഴിഞ്ഞ് ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിൽ ഇതാണ് ഇതിൽ സർക്കാരിന് പറയാനുള്ളത് എന്ന തരത്തിലേക്ക് ട്രംപിന്റെ പേരോ അമേരിക്കയുടെ പേരോ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു നിഷേധം പോലും വരുന്നില്ല. അല്ല, നിങ്ങൾ ശ്രദ്ധിക്കൂ പറഞ്ഞു. രണ്ട്, ഇത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടുത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള അദ്ദേഹത്തിന്റെ സ്പീച്ച് വന്നു. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. പക്ഷെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മറ്റൊരു വിദേശ രാജ്യത്തിന്റെ ഇടപെടലില്ല. ഇന്ന് ആദംപൂരിൽ അദ്ദേഹം സൈനികരോടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ സമയത്തൊന്നും, അതായത് ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് 2 തവണ കഴിഞ്ഞിട്ടുള്ള സീസ് ഫയർ പ്രഖ്യാപനത്തിന് ശേഷം 2 തവണ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്തും പ്രധാനമന്ത്രി സുവ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് എക്സ്റ്റേണൽ ആയിട്ടുള്ള യാതൊരുവിധ ഇടപെടലും ഇല്ല എന്ന്. ഇനി കോൺഗ്രസ് പാർട്ടി പറയുന്ന രീതിയിൽ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ ചരിത്രം പറയുമ്പോൾ എല്ലാ കാര്യവും പറയേണ്ടി വരും. ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടം ഏതായിരുന്നു? ഒരു കോൾഡ് വാർ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ USSR ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്കയോട് പോകാൻ വേണ്ടി പറയാം. പക്ഷേ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ട്രംപിന് തൊട്ട് മുമ്പ് അത് ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും ട്രംപ് ആണെങ്കിൽ അതിന് മുമ്പുള്ള പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ കൂടി പ്രധാനമന്ത്രിയുടെ ബന്ധം എങ്ങനെയായിരുന്നു? ലോകരാജ്യങ്ങൾ മുഴുവനായിട്ട് ബന്ധം കൃത്യമായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടല്ലോ ഈ വിഷയത്തിൽ. ഇന്ത്യയും പാകിസ്ഥാനും എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു കക്ഷിക്കും ഇടപെടാൻ പാടില്ല. ഇതാണല്ലോ ഇന്ത്യയുടെ നിലപാട്. അതിൽ നിന്ന് നമ്മൾ പിന്നാക്കം പോയോ? അങ്ങനെ പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ നിലവിലെ സാഹചര്യം ഇതൊക്കെയാണ്. നമ്മൾ അമേരിക്കയുമായി നല്ല ബന്ധമാണ്, അതുകൊണ്ട് നമുക്ക് അമേരിക്ക പറയുന്നത് പോലെ ചെയ്യേണ്ടി വന്നു, അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ അത് പറയണം. അല്ല, എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു അമേരിക്കൻ ഇടപെടൽ മാത്രമാണ്? ലോകരാജ്യങ്ങൾ, എത്രയോ ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞു, പാകിസ്ഥാനോട് വേണമെന്ന് പറഞ്ഞു. എത്രയോ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയിലേക്ക് വന്നു. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു മാറിയ ലോക സാഹചര്യങ്ങളിൽ 2 രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ വിവിധ ലോകരാജ്യങ്ങൾ ഇടപെടുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇന്ത്യ ഇടപെട്ടിട്ടില്ലേ?
എത്രയോ രാജ്യങ്ങൾ ഇടപെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള സംസാരത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ കാശ്മീർ വിഷയത്തിലോ POK വിഷയത്തിലോ പുറത്തു നിന്ന് ഒരാളെ ഇടപെടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഒന്നല്ല ഇന്നലെയും ഇന്നുമായിട്ട് പ്രധാനമന്ത്രി 2 തവണ വ്യക്തമാക്കിയ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി പക്ഷേ ആ വ്യക്തത അത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് അത് വ്യക്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പറയണം എന്ന് അല്ല, പറയാൻ വേണ്ടി ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്ക് ശേഷവും അത് വ്യക്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. നമ്മൾ അവരുടെ ആ ചോദ്യം അവർ ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്.